അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, വളരെ ചിന്താർഹമായ ഒരു വിഷയം ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്കെന്താ മനസ്സിലായതെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് ഇവിടെ സുന്നികൾ എന്ന് പറയുന്ന വിഭാഗം പരസ്പരം കുറ്റപ്പെടുത്തലുകൾക്കും പരസ്പരം ആക്ഷേപങ്ങൾക്കും വിധേയമാകുന്നുണ്ടെങ്കിൽ നാം ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ ഒരു സമൂഹത്തിനെ ഇവിടെ ഇല്ലാതെയായെങ്കിൽ എന്ന ആഗ്രഹം പലർക്കുമുണ്ട്. ഇപ്പോൾ സമസ്ത എന്ന് പറയുന്ന വലിയൊരു സംഘടന, ആ സംഘടന ഇവിടെ ഇല്ലാതെയായെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. എന്നാൽ സുന്നികൾ അത് ആഗ്രഹിക്കാൻ പാടില്ല. കാരണം എന്താണ്? സുന്നികൾ എത്ര ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാലും അവർ ഓരോ ഗ്രൂപ്പ് ഇവിടെ നിലനിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്. കാരണം ഈ ദീനിൻ്റെ യഥാസ്ഥിതി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ സംഘടനയിലൂടെ കഴിയുള്ളൂ. അല്ലാതെ കള്ളത്തെരീക്കത്തുകാർ പറയുന്നത് പോലെ ഓരോരുത്തർക്കൊരു തെരീക്കത്ത് പെട്ടാണ്ട് ഈ കൊടുക്കപ്പോൾ കുരുവട്ടൂരി തെരീക്കത്ത് നമുക്കറിയാലോ. അബ്ദുള്ള സാഹിബ് അബ്ദുള്ള എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അതിൻ്റെ നേതാവ്. അയാളാണിപ്പം എന്ത് ചെയ്യുന്നത്? ഈ കാലഘട്ടത്തിൻ്റെ മശായിഖ് എന്ന് പറഞ്ഞുകൊണ്ട് കുരുവട്ടൂരികൾ ഇവിടെ എഴുന്നള്ളിക്കുന്നത്. ഇവരെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എല്ലാ സർവ്വ സംഘടനകളെയും വിമർശിക്കുക, എതിർക്കുക, ഉസ്താദുമാരെ തെറി പറയുക. ഇതെന്ത് ശരീഅത്താണ്? എന്നതുപോലെ നോമ്പിന് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക എന്ന് ഔലിയാക്കൾ പറഞ്ഞാൽ അത് കഴിക്കുക ചെയ്യാമെന്ന്. ഇത്രക്കും നീചവും നികൃഷ്ടവുമായിട്ടുള്ള ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇതിനെതിരെയാണ് സമസ്തകളെ മുത്തലന്മാർ രൂപീകരിച്ചത്. കള്ളത്തെരീക്കത്തിനെതിരെയും വഹാബിസത്തിനെതിരെയും. അപ്പോൾ ഇത് പറയേണ്ട ആളുകൾ പറയുമ്പോൾ അതിനെതിരെ നമ്മളെന്താണ് മുഖം തിരിഞ്ഞ് നിൽക്കല്ല വേണ്ടത്, അവരെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യേണ്ടത്. അതിന് നമ്മൾക്ക് നമ്മുടെ ഈ നിൽക്കുന്ന അവസ്ഥയോ നമ്മുടെ സ്ഥാനമോ നമ്മുടെ രാഷ്ട്രീയമോ ഒന്നും എതിരാവരുത്. എന്താണെന്ന് വെച്ചാൽ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കും, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ആ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പ്രയത്നിച്ചാൽ അത് മരിച്ചു പോയാലും ഇവൻ ചെയ്ത ആ നന്മയുടെ കാരണമായിട്ട് മറ്റുള്ളവർ നന്നായാലും അതിൻ്റെ ഒരു ഓഹരി അവൻ്റെ ഖബറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ നന്മ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല ഇൽമ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഇൽമ അനുസരിച്ച് ആരൊക്കെ പ്രവർത്തിക്കുന്നു അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മളെ ഖബറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും. എന്നാലൊരു തിന്മയാണ് പഠിപ്പിച്ചത്, ആ തിന്മ ചെയ്തുകൊണ്ട് ജനങ്ങളെന്താണ് ഇങ്ങനെ ഈബത്തും നമീമത്തും പറയുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷയും അതിൻ്റെ ഒരു അംശവും എൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇത്തരം സംഘടനകളെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. വലിയ വലിയ മഹാന്മാരല്ലേ പണ്ഡിതന്മാരൊക്കെ. ഇപ്പോൾ സമസ്തൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ജിഫ്രി തങ്ങൾ, അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഉമർ ബഷീർ കമ്മ്യൂണിസ്റ്റുകാരനാണ്, മറ്റേ ആൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റാക്കി അങ്ങനെ വേർതിരിച്ചാൽ പിന്നെ ആരായാലുള്ളത്? മുമ്പൊക്കെ രസാവഹരമായിട്ട് പറയാറുണ്ടായിരുന്നു. സമസ്തൻ്റെ ഓരോ ആലിമികളും ഓരോരുത്തരും പറയും സമസ്തയ്ക്കൊരു രാഷ്ട്രീയവുമില്ല, എൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയം മുസ്ലിം ലീഗാണെന്ന് പറയും. അങ്ങനെ 40 ആളുകളും പറഞ്ഞാൽ പിന്നെ ഏതാ സമസ്ത? അങ്ങനെ മുമ്പത്തെ അവസ്ഥ. അപ്പോൾ ഇപ്പം അങ്ങനെ പറയുന്നൊന്നുമില്ല, സമസ്തയ്ക്കൊരു രാഷ്ട്രീയമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ വിഷയങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇറങ്ങിച്ചെല്ലേണ്ട. സമസ്തൻ്റെ ആലിമികൾക്ക് രാഷ്ട്രീയം ഉണ്ടാകുക, അതൊക്കെ അവർ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണല്ലോ. ഇത് നോക്കിക്കാണ്ട് നമ്മൾ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നത് എന്തിനാണ്? അവരേതോ ആയിക്കോട്ടെ. ഇപ്പം എൻ്റെ രാഷ്ട്രീയത്തിനോട് ചോദിച്ചല്ലെങ്കിൽ ഞാൻ കുറ്റം പറയാം. അത് പറയുന്നത് നമ്മളെപ്പോലത്തെ കടക്കാരെ പറയുന്നത് പോലെയല്ല പണ്ഡിതന്മാരെ പറയൽ. ഈമാൻ നശിച്ചു പോകും, ഈമാൻ ചത്തുപോകും, ഈമാനില്ല ചത്തുപോകും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിപ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു ലക്ഷ്യത്തിനെയാണ് നമ്മൾ പൊട്ടിച്ചെറിയണത്. നമ്മുടെ മുഖ്യമായ ലക്ഷ്യം ഈമാനോട് കൂടെ മരിക്കണം എന്നുള്ളതാണ്. അപ്പം ഈമാൻ നശിച്ച് മരിക്കാനുള്ള സാഹചര്യങ്ങളാണ് അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാവരോടും ഈ ഇഷ്ടം തോന്നുന്ന ഒരു ഹൃദയം നമ്മൾക്ക് ഉണ്ടാക്കി തീർക്കണം. അതിന് വലിയ പണിയാണ്. ഇബ്ലീസ് അയക്കൂല. ഒരു ആലിമിൻ്റെ പിന്നിൽ നിന്ന് തുടരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഇബ്ലീസ് ഇട്ടിരുന്നത്? അത് എൻ്റെ ഗ്രൂപ്പുകാരനല്ല കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ആശയത്തിൽപ്പെട്ട ആളല്ല എന്ന് നമുക്ക് തോന്നുക. ഈ തോന്നലുണ്ടായതോടുകൂടി നമ്മളിതൊക്കെ നശിച്ചു പോയി. ഇപ്പം ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മത്തുൽ ലിൽ ഉമ്മ എന്ന് പറഞ്ഞതുപോലെ അമ്പിയാക്കളുടെയും
ഇമാമികളുടെയുള്ള അഭിപ്രായ വ്യത്യാസം നമ്മൾക്ക് റഹ്മത്തായതുപോലെ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം റഹ്മത്തായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എത്ര സ്ഥാപനങ്ങൾ ഇത് ഈ വലിയ വലിയ സ്ഥാപനങ്ങൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ആഫിലിങ്ങളും എന്നതുപോലെ തന്നെ ബിരുദധാരികളായിട്ട് വന്നുകൊണ്ട് അവർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇൽമ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം എത്രയാണ്. ഈ നമ്മൾ ദുനിയാവിൽ നിന്ന് ചിലവഴിക്കുന്നതിൽ വെച്ച് ഏറ്റവും അധികം ചിലവഴിക്കുന്നത് അവന് ഇൽമ പഠിക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന സമയമാണ് മഹാന്മാർ പഠിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ആലിമിനെയും നമ്മൾ കുറ്റം പറയരുത്. നമ്മൾ സാധുക്കളല്ലേ, നമുക്കൊന്നും അറിയില്ലല്ലോ, നമ്മൾ ആ കാലത്ത് പഠിച്ചാൻ പോയില്ല എന്നതുപോലെ ഇല്ലാത്ത കറാമത്തുകൾ പറഞ്ഞിട്ട് ഓരോരുത്തങ്ങനെ പൊന്തിക്കുന്നുണ്ടല്ലോ. നമ്മളാവണം അങ്ങനെ, നമ്മൾ വലിയ ആകണം. ആ സ്ഥാനത്ത് നമ്മളെത്താൻ വേണ്ടി മറ്റോ ഓൻ്റെ പദവി ഉണ്ട്. അത് കണ്ടില്ലേ, അയാൾ വലിയ കുത്തുബാണ്, കുത്തുബുൽ ആരെ നിങ്ങളോട് പറഞ്ഞ കുത്തുബുൽ ആലമാണെന്ന്? അയാൾ വലിയ കുത്തുബുസമാനാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരാണ്ട് എഴുന്നള്ളിക്കുക. ആരാ കുത്തുബുസമാനാണെന്ന് പറഞ്ഞത്? ഓരൊക്കെ ഈമാൻ കിട്ടിയാണോ മരിച്ചത്, അല്ലെങ്കിൽ അവർ സ്വർഗത്തിലാണെന്ന് നമ്മളാ തീരുമാനിക്കൽ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് സഹാബാക്കൾ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആൾക്കാരുണ്ട്. അസറത്തുൽ മുബശ്ശിരീങ്ങൾ എന്ന് പറയും. എന്നതുപോലെ ചില ആളുകൾ പറ്റിക്ക ഇന്നാൾ സ്വർഗത്തിലാണ്, സ്വർഗവാസികളെ കാണണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോടി എന്ന് പറഞ്ഞ റസൂലത കാണിച്ചു കൊടുത്ത ആളുകളൊക്കെ ഉണ്ട്. ഇവരാ സ്വർഗത്തിൽ, മറ്റുള്ളവരൊക്കെ എന്താണ് കാര്യം കട്ട പുകയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കണ്ട് നമ്മളിങ്ങനെ ഞെളിയൊന്നും വേണ്ട, നമ്മൾ വലിയ ആളാകൊന്നും വേണ്ട. ഈ വലിയ വലിയ സംഘടനകളെയും പണ്ഡിതന്മാരെയൊക്കെ ആക്ഷേപിച്ച് കണ്ട് അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായിട്ട് അല്ലാതെ ഇരിക്കട്ടെ. എന്നപോലെ സയ്യിദന്മാരൊക്കെ ആക്ഷേപിച്ച് കണ്ട് ഈ സയ്യിദന്മാരെ പറ്റി പറഞ്ഞെന്താണ്, ഈ അഹ്ലുൽ ബൈത്ത് ഈ നൂഹ് നബിൻ്റെ കപ്പൽ പോലെയാണെന്നല്ലേ, അതിൽ കയറി രക്ഷപ്പെട്ടു എന്നല്ല. അപ്പം ഈ സയ്യിദന്മാരെയും ഉലമാക്കളെയും പണ്ഡിതന്മാരെയും എല്ലാവരെയും ബഹുമാനിച്ചു കൊണ്ട് ഒരാളെയും നമ്മുടെ നാവ് കൊണ്ട് കുറ്റം പറയാതെ നാവിനെങ്ങനെ സൂക്ഷിച്ച് കടിഞ്ഞാണിട്ടാൽ അവസാന കാലം മുഅ്മിനിൻ്റെ ഉദാഹരണം കൽക്കാബിലി അലൽ ജംറ എന്ന തീക്കനൽ കൈ പിടിച്ചവനെ പോലെയാണെന്ന്. തീ എത്ര എന്താണ് അങ്ങനെ കൈ പിടിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അതുപോലെയാണെന്ന്. അപ്പോൾ ഈ അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഈമാൻ എന്താണ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പലരും വരും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷയാകണമെങ്കിൽ നമ്മുടെ ശരീരവും നാവും ഒക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള തോപ്പിക്ക് ചേട്ടെന്നും അള്ളാഹു ബഹുമാനിച്ചതിന് ബഹുമാനിക്കാനും അള്ളാഹു ഇഷ്ടപ്പെട്ടവരിലായി നമ്മളെ ജയിപ്പിച്ച് ആക്കിബത്ത് നന്നായി പുഞ്ചിരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഹിദായത്ത് കിട്ടി മരിക്കണം എന്നുള്ള ചിന്തയാണ് വേണ്ടത്. ദുന്യാവ് കുറേ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലായിട്ട് എന്താണ്, ദുന്യാവ് വേണം. ദുന്യാവ് ഉണ്ടെങ്കിൽ അത് നന്മയിൽ ചിലവാക്കും വേണം. അപ്പോൾ ദുന്യാവുള്ളവർക്ക് കുറേ ബാധ്യത ഉണ്ടാവും, ഇല്ലാത്തവർക്ക് ഒരു ബാധ്യതയില്ലല്ലോ. അപ്പോൾ ഉള്ള ദുന്യാവ് കൊണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യാം, ഈ സൗഹാർദ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിർത്തി നല്ല നിലക്ക് മരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുക. അതിനായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനം. എല്ലാ സംഘടനയുടെ ആളുകളെയും എല്ലാ സുന്നികളൊക്കെ ഒരേ ആശയത്തിൻ്റെ ആൾക്കാരാണെന്ന് മനസ്സിലായി പരസ്പരം തെറി പറയാതെയും എന്നപോലെ പൊതുവായിട്ട് വരുന്ന കാര്യങ്ങളിൽ സുന്നികളും അല്ലാത്തവരൊക്കെ സഹകരിച്ചും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ നേരിടണം. അതിനുള്ളൊരു പക്വത നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു.